ഇന്ന് NDAക്ക് വളരെ വലിയ ശുഭപ്രതീക്ഷയാണുള്ളത്. കാരണം ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിലും പ്രധാനപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളിലെല്ലാം NDA വലിയ മുന്നേറ്റം ഉണ്ടാക്കി എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളക്കാർക്കും ജാതി മതശക്തികളുമായി ചേർന്ന് വോട്ട് പിടിക്കുന്ന മുന്നണികൾക്കും എതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള ജനവിധി ഉണ്ടാവും. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള അന്വേഷണം പത്മകുമാറിൻ്റെ അറസ്റ്റോടെ അവസാനിപ്പിക്കുന്ന മട്ടിലാണ്. ഉന്നത കേന്ദ്രങ്ങളിലേക്ക് അന്വേഷണം പോകുന്നില്ല. ഇതെല്ലാം വോട്ടർമാർക്കിടയിൽ വലിയ തോതിൽ അമർഷം ഈ സർക്കാരിനെതിരെ ഉണ്ടാക്കിയിട്ടുണ്ട്. UDF ആവട്ടെ ഇക്കാര്യത്തിൽ അവരും തുല്യമായിട്ടുള്ള കുറ്റക്കാരാണ്. UDFൻ്റെ ഭരണകാലത്തും വലിയ തോതിലുള്ള ദേവസ്വം കൊള്ളയാണ് കേരളത്തിൽ നടന്നിരിക്കുന്നത്. മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയൊരു പ്രത്യേകത, രണ്ട് മുന്നണികളും ഏറ്റവും നീചമായിട്ടുള്ള വർഗീയ ശക്തികളെ, ജമാഅത്തെ ഇസ്ലാമി, നിരോധിത ഭീകരവാദ സംഘടനയായിട്ടുള്ള പോപ്പുലർ ഫ്രണ്ട്, ഈ രണ്ട് മുന്നണികളും അവരെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. കോൺഗ്രസിൻ്റെ മുന്നണി പരസ്യമായി ജമാഅത്തെ ഇസ്ലാമിയുടെ കൂടെയാണ്. LDF മുന്നണി രാജ്യം നിരോധിച്ച മതഭീകരവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ടുമായി ചേർന്നാണ് തെരഞ്ഞെടുപ്പിൽ പലയിടത്തും മത്സരിക്കുന്നത്. ഇതിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള ജനവികാരം ഈ തെരഞ്ഞെടുപ്പിലുണ്ടാവും. അല്ല, എല്ലാം ഉണ്ട്. അതിലും പ്രോസിക്യൂഷൻ പോലീസിൻ്റെ ദയനീയമായ പരാജയം നമ്മൾ ആ വിഷയത്തിൽ കണ്ടല്ലോ. ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും വലിയ തോതിലുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടായത്. അറസ്റ്റ് ചെയ്യാൻ ഇതുവരെ കഴിഞ്ഞില്ല. ഇപ്പോൾ അവർക്ക് മുൻകൂർ ജാമ്യം കിട്ടിയിരിക്കാം. അല്ല, അതിപ്പോൾ കോൺഗ്രസ് ആദ്യമേ അവരെ സംരക്ഷിക്കാൻ ശ്രമം നടത്തിയതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.